രാം നാരായണ രാം. എല്ലാം സഹിക്കാനാകും, പക്ഷേ വിശ്വാസാതം അല്ല. ഞാൻ സംഘടന എങ്ങനെ രൂപപ്പെടുത്തി എന്നതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ നിരവധി കത്തുകളും ചിത്രങ്ങളും നശിപ്പിച്ചു. അവർ എന്തു ചെയ്യണമെങ്കിലും ഞാൻ ബാധിക്കപ്പെടുന്നില്ല. എൻ്റെ ശിഷ്യർക്ക് വേദന തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കുറിച്ച് പറയുന്നത് സ്വയം പ്രശംസ പറയുന്നത് അല്ല. ഞാൻ ഒറ്റയ്ക്കായി ഒരു സ്ഥാനത്ത് ഇരുന്ന് താക്കൂർ ആയില്ല. അമ്മയുടെ കരൾ മുതൽ താക്കൂർ ആയി പുറത്ത് വന്നതാണ് ഞാൻ. എൻ്റെ ഉള്ളിൽ ആ വ്യക്തിത്വം ഉണ്ട്. ഞാൻ ജനിച്ചപ്പോൾ ആ സ്വരം കൂടെ ഉണ്ടായിരുന്നു. ആ സ്വരത്തിൽ ഞാൻ എല്ലാവരെയും ഒരുമിപ്പിക്കും. ജനനത്തോടെ തന്നെ ആ സ്വരം കൂടെ കൊണ്ടുവരണം. അതിൻ്റെ തെളിവ് പലരും വിവിധ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുവും മഹാന്മാരും ഇങ്ങനെ പരീക്ഷിക്കപ്പെടാറുണ്ട്. അവരുടെ ചരിത്രവും അവർ ശരിക്കും ഗുരുവാകുമോ എന്നതിനെ തെളിയിക്കും. എൻ്റെ അധ്യാപകർ, അയൽക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എൻ്റെ കഴിവും മഹത്തായ സ്വഭാവവും കൊണ്ട് ആകർഷിതരായി. ഞാൻ ബാല്യത്തിൽ നിന്ന് ആ സ്വരം കൂടെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് പൂർണ്ണ ലോകവും ഒന്നാകുന്നു. ഞാൻ എൻ്റെ മനോബലത്തോടെ ലോകത്തെ ഒരുമിപ്പിക്കും. പ്രായോഗിക അടിസ്ഥാനമാണ് ആത്മീയതയുടെ അടിസ്ഥാനം. അതിനാൽ എൻ്റെ മേൽ വരുന്ന ഇത്രയും ആക്രമണങ്ങളും പ്രതിക്രമണങ്ങളും മഹാന്മാരുടെ മേൽ ഉണ്ടാകാറുള്ളതാണ്. ഞാൻ ഗുരുവാകുന്നതിൻ്റെ നേട്ടം കണ്ടെത്താൻ തയ്യാറല്ല. കഠിനമായി ജോലി ചെയ്ത് ജീവിക്കും. മോഷണം നടത്താൻ തയ്യാറല്ല. അതുകൊണ്ട് മനസ്സിളക്കം ആവശ്യമില്ല. വേദങ്ങളിൽ യാതൊരു തർക്കവുമില്ല.